എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അടപ്രഥമൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയല്ലേ. നമുക്കെന്നാൽ വീട്ടിലെങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീട്ടിൽ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടിട്ട് വരാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അടയാണ്. അട മേടിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ വലുതായിട്ടായിരിക്കും കിട്ടുന്നത്. ചെറിയ പീസുകളായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അരിയുടെ അടയാണ് കേട്ടോ. അടയെല്ലാം ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. അടയെല്ലാം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് 500 ഗ്രാം ശർക്കരയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. നല്ല കറുത്ത കളറുള്ള ശർക്കരപ്പൊടിയാണ് 500 ഗ്രാം എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, കുറച്ച് മുന്തിരിങ്ങ വേണം, കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ചൗവരിയാണ്. ഞാൻ ചൗവരി കുറച്ചധികം വെള്ളത്തിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൗവരി അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ഇവിടെ ഞാൻ കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പം നമ്മൾ ഒടിച്ചെടുത്തിരിക്കുന്ന അടയുണ്ടല്ലോ, അട ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. വേവാനായിട്ട് അടച്ച് വെക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല. അല്ലാത്ത പാത്രങ്ങളിലാണെങ്കിൽ അടിയിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ അടയെല്ലോടെ അടിക്ക് ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വല്ലാതെ ആയിപ്പോവും കേട്ടോ. അതുകൊണ്ട് ഇളക്കിളക്കി ഇളക്കിയിട്ട് കൊടുക്കുക. അതുപോലെ ചൗരി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ചൗരി നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം. ഇച്ചിരി കൂടെ വേകാനുണ്ട്. നല്ല രീതിയിൽ ചൗരിയും വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചൗരി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് അരിച്ച് അതങ്ങ് മാറ്റി വെക്കാം. ചൗരി ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ചൗരി കിട്ടേണ്ടത്. ഇനി നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. എടുത്തിരിക്കുന്ന ശർക്കര പൊടിയിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒത്തിരി കൂടി പോകരുത്. പിന്നെ നമ്മൾ ശർക്കര പാനി വറ്റിച്ചെടുക്കാൻ ഒത്തിരി സമയം എടുക്കും. എന്നിട്ട് നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് ഉരുകാനായിട്ട് വെക്കാം. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് അട വെന്ത് വരേണ്ടത്. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ അട വെന്ത് വന്നിട്ടുണ്ട്. ശർക്കര പാനി കിടന്ന അടയും ചൗരി വേവില്ല കേട്ടോ. അതുകൊണ്ട് അട എത്ര വേകണോ അത്രയും അട വേവിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് പൈപ്പ് തുറന്ന് വിട്ട് ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അടയെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയെ. ശർക്കര പാനി ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അട ഞാനിവിടെ ഊറ്റി പച്ചവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ട് തന്നെ അട വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കുന്നത് നോക്കാം. വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. ഉരുളിയാണെങ്കിൽ നിങ്ങൾ ഉരുളി എടുക്കുക കേട്ടോ. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തുണ്ടല്ലോ, തേങ്ങക്കൊത്ത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങക്കൊത്തൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങക്കൊത്തിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കാഷ്നട്ട് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങയോട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് മുന്തിരിങ്ങയൊക്കെ നല്ലതായിട്ട് വീർത്ത് വരത്തില്ല. ഈ ഒരു പരുവാകുമ്പോൾ നെയ്യിൽ നിന്ന് ഇതങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അടയുണ്ടല്ലോ, അട അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ശർക്കരപ്പാനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ശർക്കരപ്പൊടി ആയതുകൊണ്ട് തന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശർക്കര പാനിയാക്കിയതാണെങ്കിൽ അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ അടയിൽ ശർക്കരപ്പാനി കിടന്ന് നല്ലതായിട്ട് അടയിലോട്ട് ഈ ശർക്കരപ്പാനി പിടിച്ച് വരണം. നല്ലൊരു ശർക്കരയുടെ ടേസ്റ്റ് അടയിലോട്ട് പിടിക്കണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ലതായിട്ട് വഴണ്ട് നല്ല രീതിയിൽ ശർക്കര കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് കേട്ടോ. ഇത് 3 കപ്പ് 250 ml കപ്പിൽ 3 കപ്പ് പാലുണ്ട്. അത് ഞാൻ ആദ്യം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 2 വലിയ തേങ്ങയുടെ പാലാണ് എടുത്തത്. 250 ml കപ്പിൽ 3 കപ്പ് 1ാം പാൽ ആദ്യം എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ. വെള്ളം ഒഴിക്കാതെ 1ാം പാൽ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പിഴിഞ്ഞ് 3 കപ്പ് പാൽ മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2ാം പാൽ എടുക്കുക. 2ാം പാൽ 250 ml കപ്പിൽ 6 കപ്പാണ് ഞാൻ എടുത്തത്. അതിൽ 3 കപ്പ് പകുതി പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ അട നല്ലതായിട്ടൊന്ന് വെന്ത് ഈ പാലൊക്കെ ഒന്നും കൂടെ നല്ലതായിട്ട് കുറുകി വരണം. കണ്ടില്ലേ, ഇപ്പം നല്ലതായിട്ട് തേങ്ങാപ്പാലൊക്കെ കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഒരു ഗോൾഡൻ കളർ കിട്ടാനായിട്ട്, ഒരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക.
കുറച്ച് സമയം കൂടെ നമുക്ക് ഈ പാനി ഒന്ന് വറ്റാനായിട്ട് തേങ്ങാപ്പാൻ്റെ പാനിയൊക്കെ ഒന്ന് വറ്റാനായിട്ട് വെക്കാം. ഇപ്പോൾ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ബാക്കി 3 കപ്പ് രണ്ടാം പാൽ തേങ്ങാപ്പാലുണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് വറ്റിപ്പോകേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കുറുകി വരണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇരുന്ന ശർക്കര എന്ന് പറഞ്ഞാൽ നല്ല കറുത്തിട്ടുള്ള നല്ല കളറുള്ള ശർക്കരയാണ് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കളറില്ലാത്ത ശർക്കരയാണെങ്കിൽ ഓൾറെഡി പ്രഥമൻ നല്ല വെള്ള കളർ പോലെ ആയിപ്പോകുമേ. അപ്പോൾ നിങ്ങൾ കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കണ്ടോ, ഇപ്പോൾ അത് കുറേ കൂടെ തിളച്ച് കുറേ കൂടെയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു തവി പായസം നമ്മളൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിക്കഴിഞ്ഞ് ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഡയറക്റ്റ് പായസത്തിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട കെട്ടിക്കിടക്കും, ഇലയോടെ ഇങ്ങനെ അലിഞ്ഞ് വരത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ കലക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് പായസത്തിലോട്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഈ പായസത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സമയം തീ അങ്ങ് ഫുൾ കുറച്ച് കൊടുത്തിട്ട് 1-ാം പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ 250 ml കപ്പിൽ 3 കപ്പായിരുന്നു കേട്ടോ. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പായസം തിളക്കരുത് കേട്ടോ. നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ആ മിക്സ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, മുന്തിരിങ്ങയൊക്കെ ഉണ്ടല്ലോ, അതും ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ പ്രഥമൻ അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ലതായിട്ടത് കുറുകി വരും. നല്ല ടേസ്റ്റുള്ള അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ പ്രഥമൻ നിങ്ങളിങ്ങനെയല്ല തയ്യാറാക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. പ്രഥമൻ ഇവിടെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച ആ ലൂസിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് ഒത്തിരി കുറുകി പോവും. ഒത്തിരി കുറുകി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതിലോട്ട് പശുവും പാൽ ശകലം ഒഴിച്ചു കൊടുത്താലും മതി, അതല്ലെങ്കിൽ ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ അടപ്രഥമൻ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.